കടലിനക്കരെ അറബിപ്പൊന്നു തേടിപ്പോയ ഒരു മനുഷ്യൻ, അരനൂറ്റാണ്ടിനിപ്പുറം അയാൾ തന്നെ പൊന്നുകൊണ്ട് തീർത്ത ഒരു മനുഷ്യനായി. സമ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ആൾരൂപം എം.എ. യൂസഫ് അലി. സംരംഭം കൊണ്ട് സാമ്രാജ്യം തീർത്ത എം.എ. യൂസഫ് അലി. അദ്ദേഹത്തിൻ്റെ പ്രവാസത്തിന് ഇപ്പോൾ അരനൂറ്റാണ്ടിൻ്റെ യുവത്വവും ലുലുവിൻ്റെ അഥവാ മുത്തിൻ്റെ തിളക്കവുമുണ്ട്. ഞാൻ മടിയനല്ല, ഞാൻ അധ്വാനിയാണ്. അപ്പോൾ അധ്വാനിക്കണം എന്ന് തന്നെയാണ് കാലത്ത് മുതൽ രാത്രി ഞാൻ പ്ലാൻ ചെയ്യും. നാളെ എന്താ പരിപാടി. ഒറ്റവരി പാതയായിരുന്ന ദുബായ് ഷൈഖ് സായിദ് റോഡ് 16 വരി പാതയായി വികസിച്ചതുപോലെ അമ്മാവനൊപ്പം പലചരക്ക് സാധനങ്ങൾ വിറ്റ് നടന്ന 19കാരൻ ഇന്ന് ശതകോടീശ്വരനായി. അപ്പോഴും അയാൾ പറയുന്നത് അധ്വാനത്തെക്കുറിച്ചാണ്, വിശ്രമമില്ലാത്ത കഠിനാധ്വാനത്തെക്കുറിച്ച്. ഈ കഠിനാധ്വാനത്തിന്റെയും കൃത്യനിഷ്ഠതയുടെയും വിജയത്തിന്റെയും പേരാണ് എം.എ. യൂസഫ് അലി അഥവാ ലുലു ഗ്രൂപ്പ്. ഞാൻ ടൈമിന് ഓഫീസിൽ വരും, ടൈമിൽ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വീണ്ടും വരും. എന്നിട്ട് ഇവരൊക്കെ പോയാലും ഞാൻ ഇരിക്കും, കാരണം പണി ചെയ്യണല്ലോ. കാരണം അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. ഈ അധ്വാനമാണ് എം.എ. യൂസഫ് അലിയുടെ വിജയരഹസ്യം. 7 ഭൂഖണ്ഡങ്ങളിലെ 29 രാജ്യങ്ങളിലായി ബിസിനസ്, 49 രാജ്യങ്ങളിൽ നിന്നായി 69,000-ത്തിലധികം ജീവനക്കാർ. 1973 ഡിസംബർ 26-ന് ബോംബെയിൽ നിന്നും കപ്പൽ കയറി 6 ദിവസത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷം ദുബായിലെത്തി. സിംഗിൾ റോഡാ. ഈ സിംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ അല്ല, സിംഗിൾ. അതെങ്ങനെ ഒരു വണ്ടി വരുമ്പോൾ കവർ ചെയ്യണമെങ്കിൽ വളരെ സ്ലോ ചെയ്ത് സൈഡിലേക്ക് മാറ്റി അങ്ങനെയൊക്കെയാണ് വരിക. 4 മണിക്കൂർ പിടിച്ചന്ന്. അന്ന് ഡബിൾ റോഡിൻ്റെ പണി ആരംഭിക്കുകയാണ്. ഞാനിവിടെ എത്തിയത്. ഷിപ്പ് ദുബൈയിലേ വരുള്ളൂ. റാഷിദ് പോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ അബുദാബിയിൽ വന്നു. അന്ന് ടൊയോട്ട ബ്ലൂ കളർ സ്റ്റൗട്ട് 21675 എന്നാണ് നമ്പർ. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ആ ടൊയോട്ട പിക്കപ്പ് സ്റ്റൗട്ടിലാണ് ഇവിടെ വന്നത്. ടൊയോട്ട ബ്ലൂ കളർ സ്റ്റൗട്ട് പിക്കപ്പും അബുദാബിയിൽ അമ്മാവന്റെ 123 എന്ന ഷോപ്പും യൂസഫ് അലിയുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ജോലി, എങ്ങനെയെങ്കിലും ജീവിതം, ഇതായിരുന്നില്ല തുടക്കം മുതൽ മനസ്സിൽ. എന്തെങ്കിലുമൊക്കെ ആകണമെന്ന ഉറച്ച ബോധമുണ്ടായിരുന്നു. 8-9 കൊല്ലം അമ്മാവനൊപ്പം ഉറച്ചു നിന്നതോടെ ഭാഷയും ബിസിനസിന്റെ ബാലപാഠങ്ങളും പഠിച്ചു. 28-ാമത്തെ വയസ്സിൽ ഞാൻ പോയി കച്ചവടം ചെയ്യാൻ. പ്രൂഫാണ് അത്. ഓസ്ട്രേലിയയിൽ പോയി സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. എക്സ്പാൻഷൻ അവിടെ നിന്നാണ് ഹൈപ്പർ മാർക്കറ്റ് ഐഡിയ വന്നത്. ഹോങ്കോങ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ജർമ്മനി തുടങ്ങി എല്ലായിടങ്ങളിലും പോയി ഭക്ഷ്യസാധനങ്ങൾ നേരിട്ടെത്തിക്കാൻ കരാറുണ്ടാക്കി. രണ്ടും കൽപ്പിച്ച് ദുബായിലെ ആദ്യ ഹൈപ്പർ മാർക്കറ്റ് ഗിസൈസിൽ തുടങ്ങി. ഒരുപാട് റിസ്കോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മൾ എത്തിയത്. കാരണം ഇപ്പോൾ വലിയൊരു ഷോപ്പിംഗ് മോൾ പണിതാൽ അത് നടക്കില്ലെന്ന് അറിയില്ലോ. നടന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി. പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. നടക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് കാൽഡിയ മോൾ പണിതു, ഗിസൈസിൽ ഹൈപ്പർ മാർക്കറ്റ്. ഇന്നത്തെ കാലത്ത് ദുബായിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഗിസൈസ്. അന്ന് ഷെയ്ഖ് മക്തൂമൻ ഉദ്ഘാടനം ചെയ്തു. അബുദാബിയിലെയും ദുബായിലെയും രാജകുടുംബങ്ങളുടെയും ഭരണകർത്താക്കളുടെയും പിന്തുണ കൂടി ലഭിച്ചതോടെ ലുലു പലയിടങ്ങളിലേക്കായി വ്യാപിച്ചു. ആദ്യം UAE-യിൽ, പിന്നീട് GCC-യിൽ, മറ്റു രാജ്യങ്ങളിലേക്ക്. പ്രവാസത്തിന്റെ സുവർണ ജൂബിലി പൂർത്തിയാക്കിയപ്പോൾ UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനെ നേരിട്ട് സന്ദർശിച്ചതും ആദ്യ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തതും ആ ബന്ധത്തിന്റെ ആഴം കൊണ്ട് തന്നെയാണ്. 50ന്റെ യൗവന തിളക്കത്തിൽ പുതിയ ബിസിനസ്സുകാരോട് പറയാനുള്ളത് കൃത്യതയെക്കുറിച്ചാണ്. ഒന്ന് പങ്ക്ച്വാലിറ്റി വേണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു ടൈം പറഞ്ഞാൽ ടൈമിന് കണ്ടോളണം. അല്ലെങ്കിൽ ആ ടൈമിന് ഡെയിലി എഴുന്നേറ്റ് ജോലിക്ക് വന്നോളണം. ഇപ്പം ഞാനിപ്പോൾ വരുന്ന മാതിരി ഞാനും എൻ്റെ സഹപ്രവർത്തകരൊപ്പം ഞാനും ഉണ്ടാവും. ചിലപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഞാൻ വന്നിരിക്കും. കാരണം അതവർ ടൈമിന് വരാൻ വേണ്ടിയിട്ടാണ്. പങ്ക്ച്വാലിറ്റി വേണം. ഒന്ന് വി ഷുഡ് നോ. ഇപ്പം ഞാൻ മെയിനായിട്ട് നമ്മുടെ മെയിൻ കോർ ബിസിനസ് ഫുഡ് പ്രൊഡക്റ്റാണ്.
ഫുഡ് പ്രൊഡക്റ്റിലെ പുതിയ പുതിയ ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നാളെ എന്തായിരിക്കും ആ ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ നടത്തണം. അതല്ലെങ്കിൽ നമ്മൾ ഫെയിലായി പോകും. വരുമാനവും ചെലവും മനസ്സിലാക്കണം, ചിലവ് കുറയ്ക്കണം. മാർക്കറ്റ് മനസ്സിലാക്കി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കണം. വിജയയാത്രയിൽ ഏറ്റവും അധികം ത്യജിക്കേണ്ടി വന്നത് കുടുംബത്തോടൊപ്പമുള്ള സമയം തന്നെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംതിങ് ഹാസ് ടു സാക്രിഫൈസ്. നമ്മൾ എല്ലാം 100% നമുക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യണം. അതിലൊരു പാർട്ടാണ് ഫാമിലി ലൈഫ് സാക്രിഫൈസ് ചെയ്യാറ്. അത് ആ സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് മെൻ്റൽ പീസ്, മാനസിക സമാധാനമാണല്ലോ വേണ്ടത്. മനസ്സിന് സമാധാനം വേണമല്ലോ. അപ്പോൾ അത് ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. 300 ഹൈപ്പർ മാർക്കറ്റ് എന്നതാണ് അടുത്ത സ്വപ്നം. പ്രവാസികളുടെ നിക്ഷേപം ആഭ്യന്തര നിക്ഷേപത്തിന് സമാനമായി പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതോടെ ഇന്ത്യയിലേക്കുള്ള ശ്രദ്ധയും ശക്തമായി. വാണിജ്യ വ്യവസായ സാമൂഹ്യ രംഗത്തെ സേവനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ. ഇന്ത്യയുടെ പത്മശ്രീ, UAE-യുടെ ഉന്നത ബഹുമതിയായ അബുദാബി അവാർഡ്, ബഹ്റൈൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ബഹ്റൈൻ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ക്വീൻസ് പുരസ്കാരം, ഇന്തോനേഷ്യയുടെ പ്രിമാദത്ത പുരസ്കാരം. ആ പട്ടിക ഇങ്ങനെ നീളും. അബുദാബി ചേംബറിന്റെ വൈസ് ചെയർമാനായി യൂസഫ് അലി എന്ന നാട്ടികക്കാരനെ നാമനിർദ്ദേശം ചെയ്തത് UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ്. രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ മുതൽ സാധാരണ പൗരന്മാരോട് വരെ സ്നേഹവും കരുണയും കാണിക്കുന്ന അപൂർവം ബിസിനസ്സുകാരിൽ ഒരാളാണ് MA യൂസഫ് അലി. മനുഷ്യരുടെ കണ്ണീരും കിനാവും മനസ്സിലാക്കാൻ മനസ്സുള്ള ഒരാൾ. നമ്മുടെ അടുത്ത് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വരുന്നാൽ അവരെ ആട്ടി ഓടിക്കാൻ പാടില്ല. ആട്ടി ഓടിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പഠിച്ച എൻ്റെ മതം പറയുന്നത്. നിങ്ങളുടെ മതത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവരുടെ കഥ പ്രവാചകരെ പറയട്ടെ. ഖുർആനാണത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ആട്ടി ഓടിക്കും. ദൈവം പറയാണ്. അതെങ്ങനെയാണ്? നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടി ഓടിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ മതത്തിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ആട്ടി ഓടിക്കണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ഞങ്ങൾക്കിത് സാധ്യമല്ല. ആ സ്നേഹത്തോടു കൂടി പറയാം. 42 പാസ്പോർട്ടുകൾ ഇങ്ങനെ അടുക്കിവെച്ച് അമ്പരപ്പിക്കും ഈ മനുഷ്യൻ. ഇന്ത്യയുടെ അപ്രഖ്യാപിത അംബാസിഡർ എന്ന് പ്രവാസികൾ യൂസഫ് അലിയെ വിളിക്കുന്നത് വെറുതെയല്ല. കഴിഞ്ഞ ദശാബ്ദങ്ങളിലെ പ്രതിസന്ധികളിൽ അവരത് അനുഭവിച്ചിട്ടുണ്ട്. 49 രാജ്യങ്ങളിലെ കോടാനുകോടി മനുഷ്യർ നൽകുന്ന സ്നേഹമാണ് ലുലുവിന്റെയും യൂസഫ് അലിയുടെയും കരുത്ത്. അരനൂറ്റാണ്ടിന്റെ സമ്പാദ്യവും അടുത്ത യാത്രയുടെ ഊർജവും.